ഞാൻ ഈ പറയാൻ പോകുന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ വലിയ സാധ്യതകൾ തന്നെയാണുള്ളത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ കോച്ച് മിഗായൽ സ്റ്റാർ തന്നെയാണ്. ദിമിത്രിയോസ് ഡയമൻഡോസ് കളിച്ച ഈ ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ് തന്നെയായിരിക്കും. ഉന്തായി തായ് FC വേണ്ടി, അതായത് നമ്മുടെ പുതിയ പരിശീലകൻ മിഗായൽ പരിശീലിപ്പിച്ച ആ ഒരു ക്ലബിൻ്റെ ടോപ്പ് സ്കോററായിരുന്നു അദ്ദേഹം. കൂടാതെ ആ ഒരു തായ് ലീഗിലെ 4ാമത്തെ ടോപ്പ് ഗോൾ സ്കോറർ കൂടിയായിരുന്നു അദ്ദേഹം. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ സീസൺ അദ്ദേഹം നേടിയത് ഏതാണ്ട് 16 ഗോളുകൾ. ബ്രസീലിയൻ താരമാണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വയസ്സാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് 37 വയസ്സുണ്ട്. പക്ഷേ ഈ ഒരു 37 വയസ്സിലാണ് അദ്ദേഹം 16 ഗോളും 3 അസിസ്റ്റും ആ ഒരു ക്ലബിന് കഴിഞ്ഞ സീസണിൽ നേടിയത്. അതുമാത്രമല്ല നമ്മുടെ പുതിയ ആശാൻ്റെ രാജ്യമായ സ്വീഡനിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അവിടെ ഏതാണ്ട് 142, അതായത് അവിടുത്തെ ഫസ്റ്റ് ടയർ ലീഗിൽ തന്നെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 142 മത്സരം കളിച്ചു. അവിടുന്ന് ഏതാണ്ട് 42 ഗോളും 9 അസിസ്റ്റുമാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെ തായ് ലീഗിൽ അദ്ദേഹം 82 മത്സരം കളിച്ചിട്ടുണ്ട്. 36 ഗോളും 13 അസിസ്റ്റും നേടി. അതുപോലെ ഉന്തായി തായ് FCക്ക് വേണ്ടി അദ്ദേഹം 66 ഗോളും 23 അസിസ്റ്റും നേടി. നമുക്കറിയാം തായ് ലീഗിൽ പ്രൊമോഷൻ കിട്ടി വന്നൊരു ക്ലബ്ബാണ് ഉന്തായി തായ് FC. എന്തായാലും അത് കിട്ടുന്നതിന് മുമ്പ് തന്നെ അവർ ടീമിന് വേണ്ടി കളിച്ചൊരു താരമാണ്. അവിടെ 83 മത്സരം കളിച്ചു, 66 ഗോൾ 23 അസിസ്റ്റും. സോ എല്ലാം കൊണ്ട് മികച്ചൊരു താരമാണ് അദ്ദേഹം. പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് വയസ്സ് മാത്രമാണ്. ഒരു പക്ഷേ കോച്ചിൻ്റെ ഇഷ്ടപ്പെട്ട താരമാണെങ്കിൽ ഉറപ്പായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാർക്കറ്റ് വാല്യൂ അത്ര ഭയങ്കര മാർക്കറ്റ് വാല്യൂ ഉള്ള താരമൊന്നുമല്ല. നമ്മുടെ ദിമിയെക്കാട്ടി മാർക്കറ്റ് വാല്യൂ കുറവുള്ള താരമാണ്. വേണമെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു താരമാണ്.